ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്നൊരു ലഞ്ച്, അതായത് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് പെട്ടെന്നൊരു ലഞ്ച് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാനുണ്ടൊരു സാഹചര്യം ഉണ്ടായി. അമ്മ വീട്ടിലില്ലായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു ഒക്കെ ഉണ്ടാക്ക്, നിങ്ങൾ എന്നോടും അച്ഛനോടും ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചീരടല ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അതെടുത്ത് പുറത്ത് വെച്ചു. അങ്ങനെ നോക്കുമ്പോഴാണ് ഫ്രീസറിൽ അമ്മ പറഞ്ഞു മീൻ ഉണ്ടായിരുന്നു എന്ന്. ഇന്നലെ വൈകുന്നേരം മേടിച്ച മീനാണ്. എന്താണ് പാര, അങ്ങനെ എന്തോ ഒരു മീനുണ്ട്, എനിക്കിതിൻ്റെ പേരറിയില്ല. പിന്നെ ഞാൻ എന്തെങ്കിലും അറിയാത്തത് പറഞ്ഞിട്ട് വെറുതെ പണി മേടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് പറയാത്തത്. അപ്പോൾ എന്താണ് ഈ മീനെ പറയാമെന്ന് കമൻറ്റ് ചെയ്യുക. മീൻ വേഗം വൃത്തിയാക്കി എടുത്തു, കറി വയ്ക്കാനുള്ളത് മാറ്റി, വറക്കാനുള്ളതുപോലെ വരഞ്ഞെടുത്ത് സെറ്റാക്കി. പിന്നെ ഞാൻ ഫ്രിഡ്ജ് വീണ്ടും തുറന്നപ്പോഴുണ്ട് 2-3 കുക്കുംബർ ഇരിക്കുന്നുണ്ടായിരുന്നു. കുക്കുംബർ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ആരും കഴിക്കില്ല, അത് ചീഞ്ഞു പോകും. ചൂടുകാലൊക്കെ ആണെങ്കിൽ പിന്നെയും കഴിക്കും. അപ്പോൾ കട്ടത്തൈര് ഉണ്ടായിരുന്നു. കട്ടത്തൈര് അതിലിങ്ങനെ മിക്സ് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മളിങ്ങനെ സാലഡ് പോലെയൊക്കെ ഇതിങ്ങനെ വെറുതെ കോരി കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ആയി. അപ്പോൾ ഒരു വിഭവം കൂടെ ആയില്ല ഗൈസ്. അപ്പോൾ മൂന്ന് മീൻകറി, മീൻ വറുത്തത്, ചീരത്തോരൻ, 4 വിഭവമായിട്ടോ. പിന്നെ അതാ ചീരടലത്തോരൻ നമ്മൾ ഉണ്ടാക്കുന്നത്. അച്ചു എനിക്ക് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി കൊണ്ടുത്തന്നു. കുറച്ച് ചെറിയ ഉള്ളി, 2-3 പച്ചമുളക്, കറിവേപ്പില, വെളിച്ചെണ്ണ, കടുക് പൊട്ടിച്ചു, ഒന്ന് മൂപ്പിച്ചെടുത്തു. അതിലേക്ക് ഞാൻ നമ്മുടെ ഇല വൃത്തിയാക്കിയത് അതിലേക്ക് ചേർത്ത് കൊടുത്തു. എല്ലാം ഒന്ന് വാടി വരുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തു. ലാസ്റ്റ് കുറച്ച് തേങ്ങയും കൂടെ ചേർത്തിട്ട് നമ്മൾ വാങ്ങി വെച്ചു. പിന്നെ കറി വയ്ക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 2-3 തക്കാളി, പച്ചമുളക്, വേണമെങ്കിൽ ചെറിയ ഉള്ളി ഇഞ്ചിയൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് അരച്ചെടുത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരപ്പ് അവിടെ ഇരിക്കുന്നുണ്ട്. ചട്ടി വെച്ചിട്ട് കടുക് എന്ന് പറയുന്നത് പച്ചമുളക് ഞാൻ ഇങ്ങനെ മീൻകറിയിൽ എനിക്കിങ്ങനെ കിടക്കുന്നത് ഇഷ്ടം. കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് അരപ്പും പുളി പിഴിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ഉപ്പ് പാകത്തിന് വേണ്ടതൊക്കെ ഈ സമയം ചേർത്ത് വെക്കുക. ഉപ്പിന് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. അരപ്പിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഉപ്പ് പോരായിക്ക് വരും. അപ്പോൾ കറി തിളച്ച് വരട്ടെ. ആ സമയം കൊണ്ട് നമ്മൾ അപ്പുറത്തെ അടുപ്പിൽ രസം തയ്യാറാക്കുന്നുണ്ട്. രസം നമ്മൾ പുളി പിഴിഞ്ഞ വെള്ളത്തിലേക്ക്, അതായത് പുളിയുടെ വെള്ളത്തിലേക്ക് തക്കാളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കായപ്പൊടി, ഉപ്പ്, കറിവേപ്പിലൊക്കെ ചേർത്തു. പിന്നെ മെയിൻ സാധനം ഞാൻ ചേർക്കാൻ വിട്ടുപോയി. മിക്സിയിൽ നമ്മൾ കുരുമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി, നല്ല ജീരകമൊക്കെ കൂടെ അങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ടായിരിക്കില്ലേ, ക്രഷ് ചെയ്ത് വെച്ച് അതും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഇതാ കറി ഇവിടെ നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ വേഗം നമ്മളെ കറി വെക്കാനുള്ള മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മളെ മീൻ വറുക്കാനുള്ളതായിട്ടോ. മീൻ വറുക്കാൻ രസം ഒക്കെ വറവിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വറുത്തിടുക എന്ന് പറയില്ലേ നമ്മൾ, മീൻകറിയൊക്കെ വറുത്തിടുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ആ ഒരു തിക്കും തിരക്കില്ലേ, വെറും 1 മണിക്കൂർ കൊണ്ടാണ് ഗൈസ് ഇതൊക്കെ ഞാൻ തയ്യാറാക്കിയത്. അപ്പോൾ ഇതാ നമ്മുടെ വിഭവങ്ങളെല്ലാം ടേബിളിൽ വരിയായി വന്നിട്ടുണ്ട്. രസം, ഇന്നലത്തെ മാന്തൽ കറി, ചീരപ്പേരി, മീൻ വറുത്തത്, മീൻ തേങ്ങരച്ച് വെച്ച കറി, നമ്മുടെ കുക്കുംബറിട്ട് തൈരിലിട്ടുണ്ടാക്കിയൊരു സാലഡ്, എല്ലാം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാനും അച്ഛനും ഉണ്ടായിരുന്നുള്ളൂ, അമ്മ ഉണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കാനിരുന്നു. പക്ഷേ ഭയങ്കര സന്തോഷം കേട്ടോ, നമ്മളിതൊക്കെ ഉണ്ടാക്കിയോണ്ട് തോന്നുന്നു. ഞാനും അച്ഛൻ തന്നെ പറയാം, എത്ര വിഭവങ്ങളാന്ന് പറയാം. പക്ഷേ സിമ്പിളാണ് ഗൈസ്, പ്രത്യേകിച്ച് വലിയ ടാസ്ക്കൊന്നുമില്ല. ചീരടല ഉപ്പേരി ഉണ്ടാക്കാൻ അധികം സമയം വേണ്ട. മീൻ ഉണ്ടെങ്കിൽ മീൻ വറുക്കാനും മീൻ കറിക്കും ഒട്ടും സമയം വേണ്ട. പിന്നെ നമ്മൾ കുക്കുംബർ സാലഡ് എന്ന് പറയുന്നത് നമ്മൾ വേവിക്കാനൊന്നുമില്ലല്ലോ, ഒന്ന് മിക്സ് ചെയ്യാം. പക്ഷെ ഒരുപാട് വിഭവങ്ങൾ ഉള്ള പോലെ തോന്നിയില്ലേ. പിന്നെന്താ, പപ്പടവും അതൊന്നും ആർക്കും ഇഷ്ടമില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഓണത്തിൻ്റെ പുളിയിഞ്ചിയൊക്കെ ഇരിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ നല്ലൊരു ലഞ്ചായിരുന്നു. നിങ്ങളും വീട്ടിലതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.